രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ക്രൂരനായ ലൈംഗിക കുറ്റവാളിയാണെന്ന് ആദ്യ ബലാത്സംഗ കേസിലെ പരാതിക്കാരി. MLAക്കെതിരായ ആദ്യ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പരാതിക്കാരി ഹൈക്കോടതിയിൽ. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് പരാതിക്കാരിയുടെ മറുപടി സത്യവാങ്മൂലം. രാഹുൽ ക്രൂരനായ ലൈംഗിക കുറ്റവാളിയാണെന്നും ഗർഭിണിയായിരിക്കെ മൃഗീയമായി പീഡിപ്പിച്ചു എന്നും പരാതിക്കാരിയുടെ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. സ്ഥിരം ലൈംഗിക കുറ്റവാളിയെന്ന് തെളിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം നൽകുന്നത് തെറ്റായ സന്ദേശമായിരിക്കുമെന്നും പ്രതി സാഡിസ്റ്റും ഗുരുതരമായ മനോവൈകൃതമുള്ള ആളാണെന്നും പരാതിക്കാരി സത്യവാങ്മൂലത്തിൽ പറയുന്നു. രാഹുൽ പ്രതിയായ 10ഓളം പീഡന കേസുകളെപ്പറ്റി അന്വേഷണ സംഘത്തിന് വിവരമുണ്ടെന്നും അതിൽ ഒന്നിൽ അതിജീവിത പ്രായപൂർത്തിയാകാത്ത ആളാണെന്നും കൂടാതെ ഭീഷണിപ്പെടുത്തി തന്റെ നഗ്ന വീഡിയോ ചിത്രീകരിച്ചുവെന്നും ആ വീഡിയോ രാഹുലിന്റെ ഫോണിൽ ഇപ്പോഴുമുണ്ടെന്നും പറഞ്ഞ പരാതിക്കാരി പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകിയാൽ നഗ്ന ദൃശ്യങ്ങൾ പുറത്താകുമെന്ന് ഭയമുണ്ടെന്നും കോടതിയെ അറിയിച്ചു. ഗർഭഛിദ്രം നടത്തിയത് ഭീഷണിപ്പെടുത്തിയാണെന്നും പരാതിക്കാരി വ്യക്തമാക്കി. ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചത്. പാലക്കാട്ടെ ഫ്ളാറ്റിൽ വെച്ചാണ് ക്രൂരമായി പീഡിപ്പിച്ചത്. ദേഹത്തുണ്ടായ മുറിവുകളുടെ ഫോട്ടോയും സത്യവാങ്മൂലത്തിനൊപ്പം പരാതിക്കാരി കോടതിയിൽ സമർപ്പിച്ചു. വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങളുള്ള സ്ത്രീകളെ വശീകരിച്ച് ഗർഭിണിയാക്കി ഉപേക്ഷിക്കുകയാണ് പ്രതി ചെയ്യുന്നത് എന്നും പരാതിക്കാരി പറയുന്നു. തന്റെ വാട്സപ്പ് ചാറ്റുകൾ രാഹുൽ നിർബന്ധിച്ച് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. പോലീസിനെതിരെയും രാഹുൽ ഭീഷണി മുഴക്കുന്നുണ്ട്. രാഹുൽ നിരന്തര കുറ്റവാളിയാണ്. ഇതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 10ഓളം ഇരകളുണ്ടെന്നാണ് താനും മനസ്സിലാക്കുന്നത്. രാഹുലിന് വലിയ സ്വാധീനമുണ്ട്. ജാമ്യം നൽകിയാൽ തന്റെ ജീവന് ഭീഷണിയാകുമെന്നും പരാതിക്കാരി പറയുന്നു. എന്നാൽ കുറച്ചു ദിവസം മുമ്പ് ഫെനി നൈനാൻ തന്റെ പോസ്റ്റിൽ പറഞ്ഞിരുന്നു, ആ സ്ത്രീയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തു എന്ന വിവരം എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നോട് 2025 നവംബർ വരെ സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ്. ധാർമ്മികമായി രാഹുൽ MLA തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വിധിക്കാൻ ഞാൻ ആളല്ല. എന്നാൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് എതിരായ ഒരു കുറ്റവും അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിൽ പറയുന്ന 2 കാര്യങ്ങളിൽ ഒന്ന്, 2025 നവംബർ വരെ ഫെനിയോട് സംസാരിച്ചതുകൊണ്ട് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം പരസ്പരം താല്പര്യമുണ്ട് എന്ന അടിസ്ഥാനത്തിൽ ബന്ധം തുടർന്ന 2 പേര്, അതിൽ സ്ത്രീ ഗർഭിണിയാകുമ്പോൾ തീർച്ചയായും അവർ തമ്മിൽ വീണ്ടും സംഭാഷണങ്ങൾ, കൂടിക്കാഴ്ച ഒക്കെ ഉണ്ടാകാം. സാധാരണ നമ്മൾ കാണുന്ന ഒരു പക്ക റേപ്പ് കേസല്ല എന്നതുകൊണ്ട് തന്നെ ഇതിൽ ബന്ധപ്പെട്ട 2 പേരും തമ്മിൽ ഒരു ഇഷ്ടമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരാളിന് ഇഷ്ടവും മറ്റേയാൾ അത് അഭിനയിക്കുകയുമായിരുന്നു. എന്തായാലും അവർക്ക് ഈ സംഭവത്തിന് ശേഷവും സംസാരിക്കാൻ നിരവധി കാരണങ്ങളുണ്ട്. അയാളുടെ സുഹൃത്ത് എന്ന നിലയിൽ ഫെനിയോടും ചാറ്റ് ചെയ്തിരിക്കാം. 2, ധാർമ്മികതയെക്കുറിച്ച് പറയാൻ കഴിയുന്നില്ല, എന്നാൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്കെതിരായി MLA ഒന്നും ചെയ്തിട്ടില്ല എന്നതാണ്. അങ്ങനെയെങ്കിൽ എന്താണ് ഈ പറയുന്ന ഇന്ത്യൻ നിയമവ്യവസ്ഥ പറയുന്നത്? ഒരാൾക്ക് ഒന്നിലധികം വ്യക്തികളുമായി പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിന് തടസ്സമില്ല എന്നതാണോ? അങ്ങനെയുള്ള സ്ത്രീകൾക്ക് സമൂഹം നൽകുന്ന പേരെന്താണ്? വേശ്യ അല്ലേ? അത് പുരുഷനായാലും അങ്ങനെ തന്നെ ആകുമല്ലോ. ലിംഗവ്യത്യാസം ഇല്ലാതെ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല എങ്കിൽ ആൺവേശ്യ എന്ന് കൃത്യമായി തന്നെ പറയേണ്ടി വരും. ഇന്ത്യൻ നിയമപ്രകാരം സ്വമേധയാ ഉള്ള ലൈംഗിക തൊഴിൽ കുറ്റകരമല്ല. പക്ഷേ വേശ്യാലയം നടത്തുക, ആളെ വേശ്യാവൃത്തിക്ക് പ്രേരിപ്പിക്കുക, പൊതുസ്ഥലത്ത് വേശ്യാവൃത്തി നടത്തുക, കുട്ടികളെ വേശ്യാവൃത്തിക്ക് ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിയമവിരുദ്ധമാണ്. സുപ്രീം കോടതി ലൈംഗിക തൊഴിലിനെ ഒരു പ്രൊഫഷനായി അംഗീകരിക്കുകയും അവർക്ക് അന്തസ്സിനും തുല്യ പരിരക്ഷയ്ക്കും അവകാശമുണ്ടെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ലൈംഗിക തൊഴിലാളികൾക്ക് അവകാശങ്ങൾ നേടാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുമുണ്ട്. എന്നിരിക്കെ ഇവിടെ MLA ചെയ്തത് ലൈംഗിക തൊഴിലാണോ ലൈംഗിക സേവനമാണോ? പാരിതോഷികങ്ങൾ ചോദിച്ചു വാങ്ങിയതുകൊണ്ട് ഇതേക്കുറിച്ച് വിശദമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ നമ്മുടെ നാട്ടിൽ വിവാഹം ആലോചിക്കുമ്പോൾ പെണ്ണും ചെറുക്കനും ഇത്തരത്തിലുള്ള നിയമവ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരാണോ എന്നുകൂടി അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. ഏതായാലും MLA വിവാഹിതനല്ലാത്തതുകൊണ്ട് പങ്കാളിയുമായുള്ള പരാതികൾ ഉണ്ടാകുന്നില്ല. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭാരതീയ ശിക്ഷാ നിയമത്തിൽ വിവാഹേതര ലൈംഗിക ബന്ധം IPC 497, സ്വവർഗ ലൈംഗിക ബന്ധം IPC 377 തുടങ്ങിയവ കുറ്റകരമാകുന്ന വകുപ്പുകൾ ഒഴിവാക്കിയിരുന്നു. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് 2018 ഇവ കുറ്റകരമല്ലെന്ന് വിധിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഭാരതീയ ശിക്ഷാ നിയമത്തിൽ നിന്നും ഇവ ഒഴിവാക്കിയത്. എന്നാൽ ഭാരതീയ ശിക്ഷാ നിയമം പരിശോധിച്ച പാർലമെന്ററി സമിതി യോഗത്തിൽ വിവാഹിതര ബന്ധം കുറ്റകരമാക്കണമെന്ന ആവശ്യമുയർന്നു. വിവാഹം പരിശുദ്ധമാണ്, അതിനാൽ അത് സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് സമിതിയിലെ ചില അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർന്നാണ് സുപ്രീം കോടതി
റദ്ദാക്കിയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 497 വകുപ്പ് ലിംഗസമത്വം ഉറപ്പാക്കിക്കൊണ്ടുവരണമെന്ന് ശുപാർശ കേന്ദ്ര സർക്കാരിന് കൈമാറാൻ തീരുമാനിച്ചത്. അതായത് വിവാഹിതയായ സ്ത്രീയും മറ്റൊരു പുരുഷനും തമ്മിൽ ബന്ധമുണ്ടായാൽ അതിൽ പുരുഷനെ മാത്രം ശിക്ഷിക്കാൻ മാത്രമേ ഇന്ത്യൻ നിയമത്തിലെ 497 വകുപ്പിൽ വ്യവസ്ഥ ഉണ്ടായിരുന്നുള്ളൂ. വിവാഹേതര ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീക്കും പുരുഷനും ശിക്ഷ ഉറപ്പാക്കുന്ന വ്യവസ്ഥ പുതിയ നിയമത്തിൽ ഉണ്ടാകണമെന്ന ശുപാർശയാണ് പാർലമെന്ററി സമിതിയുടെ കരട് റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വിവാഹബന്ധം നിലനിൽക്കെ മറ്റൊരു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിൽ പരാതിക്കാരിക്കെതിരെയും കേസ് ഉണ്ടാകേണ്ടി വരും. ഏതായാലും രാഹുൽ മാങ്കൂട്ടം MLA ക്ക് നാളെ ജാമ്യം കിട്ടുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്.